ഉള്ളതായിട്ട് അറിയോ? കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അറിയോ? ഓല് ഇങ്ങനെ ഗ്രൂപ്പിൽ 1v ആയിട്ട് ഇട്ടീനു ഓരോ ആയുധങ്ങൾ കയറ്റി. ഞാൻ പറഞ്ഞ ഇതൊന്നും ആയിട്ട് പോണ്ട, തല്ലിനെ പോണ്ട പറഞ്ഞാണ്. ആരോട്? ഈ ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. താമരശ്ശേരി കോഴിക്കോടുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ അടിയായി. ഒരുത്തന്റെ ജീവൻ ഇന്നലെ രാത്രി അങ്ങ് പോയി. എന്നിട്ട് ഇവന്മാർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. ഒരുത്തനെ ഒരുത്തനെ അടിച്ച് മർദ്ദിച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയാലും സീനൊന്നുമില്ല ആണല്ലേ, അങ്ങനെ കുറെ എണ്ണം ആണല്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഗ്രൂപ്പിന്റെ കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ രാവിലെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പം സത്യം പറഞ്ഞ പിള്ളേർക്ക് പോലും ഉറുമ്പിനെ കൊല്ലുന്ന പോലെയാണ് ഈ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. എനിക്കറിയാൻ പറ്റില്ല, ഈ 2025 ഇത് എങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ ജനുവരി 1 മുതൽ തുടങ്ങി ഇന്ന് മാർച്ച് 1 ആയി. ഈ ദിവസങ്ങളിൽ മൊത്തം കാണുന്ന ന്യൂസുകൾ മൊത്തം നെഗറ്റീവുകളാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ നെഞ്ച് പടയ്ക്കുന്നത്. അതിനേക്കാളും രസം ഈ മർദ്ദിച്ച് ഒരുത്തനുണ്ട്, അവൻ കൊണ്ടുപോയി സ്റ്റോറിയും കാര്യങ്ങളും ഇട്ട്. അത് അതിനേക്കാളും രസം. കണ്ണടച്ചാൽ അന്റെ ഈ ചിരിയാണ് കാണുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുക. അവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് കുനിച്ചു ചേർത്തിട്ട് ഇടിക്കണം. സത്യം പറഞ്ഞു ഇതുപോലെയുള്ള കുറെ നാറികളെ ഒന്നിനെയും വെറുതെ വിടരുത്. ഒറ്റ ഒരെണ്ണത്തിനെ ഈ ചെറു പ്രായത്തിൽ കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിയമമുണ്ട്, അങ്ങനെയാണ് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് കുറെ എണ്ണം ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും വഴി പിഴച്ച് പോയിക്കൊണ്ടിരിക്കുക, ഉള്ള ലഹരിക്ക് അടിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ട്യൂഷൻ സെന്ററിൽ ഡാൻസ് പ്രോഗ്രാം നടന്നു. അതിന്റെ ഇടയിൽ ഈ കറണ്ട് പോയ സമയത്ത് അങ്ങോട്ട് കൂവലായി. അത് കേട്ടപ്പോൾ ഇവന്മാർക്ക് അറിയാലോ ഇപ്പോൾ 2 ഗ്യാങ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് പിള്ളേർ. ഒരു ഗ്യാങ് മലർവാടി ആണെങ്കിൽ മറ്റൊരു ഗ്യാങ്, അങ്ങനെ ഓരോ പേരൊക്കെ ഇട്ടിട്ട് കുറെ ടീമുകളുണ്ടല്ലോ. വന്നിട്ട് അടി ബഹളമൊക്കെ. ഞങ്ങളുടെ ഗ്യാങ് ആണ് ടോപ്പ്, അവർക്കൊരു ലീഡറുണ്ട്, അങ്ങനെ കുറേ കേസ് കേട്ടുണ്ട്. പറഞ്ഞാൽ കൂടി പോകും. നമ്മുടെ ഫാമിലിയൊക്കെ വീഡിയോസ് കാണുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ വിളിച്ച് പറഞ്ഞാലേ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേണം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാകുന്നത്. ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടക്കുന്നു. അത് ഈ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്കിടെ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. പക്ഷേ ആ പരിപാടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ വന്നത്. ഈ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂകി വിളിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു. അവർക്ക് അതൊരു അപമാനമായി അനുഭവപ്പെട്ടു. തുടർന്ന് 2 വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അധ്യാപകർ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു. അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിൽ അവർ ഒരു ആഹ്വാനം നടത്തുകയാണ്. തങ്ങളെ കൂകി വിളിച്ച് അപമാനിച്ച മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട്, അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് മിനിയാന്ന് കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇതുപോലെ ട്യൂഷൻ ഈ ചെറിയൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാകുമ്പോൾ ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്തായാലും ലാസ്റ്റ് ഇയർ ആണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഫേവർ പാർട്ടിയും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് കൊടുത്തു, ഡാൻസും പ്രോഗ്രാമായ സമയത്ത് ഈ വഴക്കും കാര്യങ്ങളും ഉണ്ടായി. ടീച്ചേഴ്സ് ഇടപെട്ട് അവസാനം പിടിച്ച് മാറ്റാനൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് അവസാനം ഇവരെന്ത് കൊടുത്ത് ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് ഒരുത്തിനങ്ങ് തീർക്കുകയും ചെയ്ത്. ലോകത്ത് എങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങോട്ടാ ഈ ലോകം പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞു. ഒരുത്തന്നെ കഴിഞ്ഞ ന്യൂസ് നമ്മൾ പറഞ്ഞു കാണല്ലോ, ഒരുത്തന്നെ സ്വന്തം കൂടപ്പറപ്പിനെ അമ്മയും അച്ഛനെയും അനിയനെയും എല്ലാവരെയും കൊന്നതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ. ആർക്കും ഒരു മനുഷ്യത്വം ഇല്ല. പണ്ടൊക്കെ അടിയിടി കേസ് കേട്ടൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്, ഇപ്പോൾ കൊലപാതകമാണ് സത്യം പറഞ്ഞാൽ. ഇത് എങ്ങോട്ടായി പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വീട്ടുകാരോട് ഒരു കാര്യം പറയാം, മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പം എല്ലാത്തിൻ്റെയും പൊടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്ന് സൂക്ഷിക്കുക. 10 ആൾക്കാരുടെങ്കിലും വിട്ട് രഹസ്യമായിട്ടെങ്കിലും അന്വേഷിക്കുക നിങ്ങളുടെ മക്കളെ കുറിച്ച്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ. ഞാൻ ഈ ചുറ്റുമായിട്ടും ജനറേഷൻ എല്ലാവരെയും കണ്ട് നടന്ന് സഹകരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്നത്. ഒന്നാവന്മാർക്കൊക്കെ എന്താ, അവന്മാർക്ക് ജയിലിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുകയും സൂഹിക്കുകയും ചെയ്യാം. വന്നു കഴിഞ്ഞ് ഇതിന്റെ അപ്പുറത്തെ തോന്നിയവാസം കാണിക്കുകയൊക്കെ ചെയ്യും. പോയത് ആ ചെറുക്കന്റെ വീട്ടുകാർക്കാണ്. അവരുടെ കാര്യങ്ങളൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നൊന്നുമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറെ പിള്ളേരാണ് ഇപ്പോഴത്തെ. ഒരു മനുഷ്യത്വം ഇല്ലാത്ത. ഇപ്പോൾ ഒരു അമ്പലപ്പറമ്പ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറുക്കനെ ടാർഗറ്റ് ചെയ്താൽ അവനെ അപ്പം എടുത്തിട്ട് അങ്ങ് അടിക്കുക. അവിടെ അവന്റെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ കൂടെ ആരുണ്ടോന്നൊന്നും നോക്കത്തില്ല, അവരെ എടുത്തിട്ട് അങ്ങ് അടി
അടിക്കുക, ഇതാണ് ഇവരുടെ സ്ഥിരം തോന്നിവാസം. എല്ലാവർക്കും ലഹരി എന്ന് പറഞ്ഞൊരു സംഭവം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയത്തില്ല, കാണിക്കുന്ന എന്ത് തോന്നിവാസം എന്ന് പോലും അറിയാത്ത ഒരു രീതിയിൽ ഇപ്പം നമ്മുടെ നാടിപ്പം മുന്നോട്ട് പോകും. വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത്, താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു. ഒപ്പം തന്നെ അവിടെ ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത്. ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ്. നമ്മൾ ഇന്നലെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. SKN ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് കുറേ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നു. അവിടെ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റിയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 5-10 പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ പയ്യൻ ആ ട്യൂഷൻ സെന്ററിൽ പോലും അല്ല പഠിക്കുന്നത്, അവനെ അവിടെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ചിന്തിക്കുന്ന ഈ ട്യൂഷനിലെ ടീച്ചേഴ്സിന്റെ നിങ്ങൾക്കൊക്കെ ഇത് നോക്കിക്കൂടെ? എന്തിനാ ഈ പരിചയമില്ലാത്തവരെ മറ്റു ട്യൂട്ടോറിയലെ പിള്ളേരെയൊക്കെ എന്തിനാണ് അവിടെ വിളിച്ച് കയറ്റുകയൊക്കെ ചെയ്യുന്നത്? അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളല്ലേ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പ്രശ്നം ഉണ്ടാക്കാൻ കുറെ ആൾക്കാരുണ്ട്. ചില പിള്ളേർ പറയും ചെയ്യും, സാറേ നമ്മുടെ ട്യൂഷനിൽ കയറി വന്ന് നമ്മൾ സീനാക്കും, അങ്ങനെ പറയുന്ന കുറെ ഇതുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്. പിന്നെ പിള്ളേരുടെ ഇപ്പോഴത്തെ താളത്തിന് തുള്ളുന്ന ഒരുപാട് സാറന്മാരുണ്ട്. കാരണം നിലനിൽപ്പിന് വേണ്ടിയാണ്. പക്ഷെ സാറന്മാർ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കാണിക്കുമ്പോൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ട് തന്നെയാണ്. ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ്, പുറത്തടിക്കുന്നുണ്ട്, തലക്കടിക്കുന്നുണ്ട്. ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തലയ്ക്ക് പരിക്ക് പറ്റുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. അവർ തൊട്ടപ്പുറം ഏതാണ്ട് 4-5 മീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. അവിടെ നിന്നും നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ്. ഇങ്ങനെ 3 ഇടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത്. അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. ഷഹബാസിനെ വിദ്യാർത്ഥികൾ, അതായത് ഒപ്പമുള്ളവർ ചേർന്ന് ഷഹബാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യമൊന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല, അച്ഛനോടും അമ്മയോടൊന്നും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അവർ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു. പക്ഷേ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദ്ദിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ആക്രമണത്തിലൊക്കെ ചുരുളഴിയുന്നതും. പോലീസ് വീട്ടിൽ ചെന്ന് രാത്രിയിലാണ് അവന് വൊമിറ്റിംഗ് വന്നപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു പയ്യനുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരുപാട് പിള്ളേരുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പോയി നെഞ്ചക്ക് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. അവന്മാർ പോയി സാധനം പോയി കടയിൽ നിന്ന് മേടിച്ചിങ്ങനെ വെക്കും. ഓക്കെ, വരുന്നവനെങ്കിൽ വരട്ടെ, എങ്ങനെയെങ്കിലും കണ്ടും കൂട്ടി ഒരു അടി കൊടുക്കുക, ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് മിക്ക പിള്ളേരും. നമ്മുടെ ഏരിയയിലാണെങ്കിലും പല എണ്ണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ നെഞ്ചക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു അടി കിട്ടി കഴിയുമ്പോൾ ഇവനൊക്കെ അത് പഠിക്കത്തുള്ളൂ. പിന്നെ നെഞ്ചക്കെന്ന് പറഞ്ഞൊരു കാര്യം ഉപയോഗിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ അത് തിരിഞ്ഞൊരു അടി കിട്ടി അവിടെ കിടക്കും. അതുപോലെ തന്നെ ഈ അടി നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പയ്യൻ വീട്ടിൽ ചെന്ന സമയത്ത് ഈ പതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഈ ബന്ധുക്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ചായൻ്റെ കടി വാങ്ങാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് സ്നാക്ക് വേണ്ടി കൊണ്ടുപോയതാ. ആ വാങ്ങി ഇപ്പോൾ വരാൻ പറഞ്ഞു പോയതാ. പിന്നെ തിരിച്ച് വരുന്നത് വേറൊരു കോലത്തിലാണ്. വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഗേറ്റിൻ്റെ മുകളിൽ അവിടെ ഇറക്കിയിട്ട് പോയതാ. ആ വീടിൻ്റെ ഉടമസ്ഥനാണ് ആ നിൽക്കുന്ന ആൾ, ആ നീല ഷർട്ട് ഇട്ട ആൾ. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞ് അവിടെ കയറ്റി കിടത്തി. അവിടുന്ന് കയറ്റി കിടത്തി കഴിഞ്ഞ് അയാൾ എന്താ മോനെ എനിക്ക് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പറയുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം കുറേ കഴിഞ്ഞ് ഇവരും ചെയ്തെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടുന്ന് ഇവിടേക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടുന്ന് കിടക്കയിലേക്ക് ഇങ്ങനെ കമന്നാട് വീണതാണ്. ആ കമന്ന് വീണതിൽ കുറേ കഴിഞ്ഞ് പെങ്ങളുണ്ടല്ലോ അവിടെ, ആ പെങ്ങൾ ചോദിച്ചു എന്താ മോനെ എനിക്ക് പറ്റി, എന്താ ചോദിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പറയുന്നില്ല. എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്നോ ആണെന്നെ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് പിന്നെ തൊള്ളേന്നൊരു വെള്ള പദം ഇങ്ങനെ വരുന്നുണ്ട്, വായന്ന് ഒരു വെള്ള പദം ഇങ്ങനെ വരുന്നുണ്ട്. ആ പദം വന്നതിനോട് കൂടെ തന്നെ എന്താക്കി ഛർദ്ദിക്കുകയും ചെയ്ത്. ഛർദ്ദിച്ചപ്പോഴാണ് ഇവർക്ക് തോന്നി ഇവനെന്തോ പറ്റിയിരിക്കുന്നുള്ളത്. അങ്ങനെയാണ് ഇവനെ കൊണ്ടുകാഞ്ഞ് വേഗം താമരശ്ശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇവൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ മണിക്കൂറുകളോ ഇവിടെ കിടന്നതാണ്. ഇവിടെ നിന്ന് വാപ്പൻ്റെ ഒപ്പം സഹായിക്കുകയും പിടിക്കുകയും കിടന്നുറങ്ങുകയും പഠിക്കുകയൊക്കെ ചെയ്തൊരു മക്കളാണ്. അങ്ങനെയാണ് ഈ 4 മണീൻ്റെ ഈ കടി വാങ്ങാൻ പോവുകയാണ് പുറത്തേക്ക്. അന്നപ്പാണ് ഈ 4 മണിക്കത്തെ ചായയും കടിയും എന്നൊക്കെ പറയല്ലോ, അത് മേടിക്കാൻ പോയ ചെറുക്കനാണ്. പോയിട്ട് വന്നപ്പോൾ വേറെ ഒരു കോലത്തിൽ തന്നെ വന്നപ്പോഴത്തേക്ക് കമ്മന്ന് കട്ടിലേക്ക് കിടന്ന് ഈ പറയുന്ന പതയും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. പിന്നെ ചോര ശ്രദ്ധിക്കുമ്പോഴാണ് അവർ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ രാത്രി, അതായത് ഒരു 12:30-1 മണിക്കിടയായപ്പോഴാണ് ആ കുട്ടി മരിക്കുകയും ചെയ്തത്. ഇവരുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം ഒരു ചെറുക്കൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കണ്ണടിച്ച് കലക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അവന്മാർ എത്ര കൂളായിട്ട് അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അതൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തിൽ
ഒരുത്തന് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. നാണമില്ലാത്തവന്മാര് കേസുമില്ല, ഒരു കോപ്പുമില്ല, അവൻ ഇങ്ങോട്ടാ വന്നേരുന്നു. എടാ പോടാ, ഒരുത്തന്റെ ജീവൻ പോയടാ. ഇനിയിപ്പോ നീ ഇപ്പൊ പറഞ്ഞു അവൻ കേസില്ലെന്ന് പറഞ്ഞു, നീ ഇപ്പൊ എവിടെ കിടക്കുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്കുമോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? നിന്നെ എന്തായാലും നിനക്ക് എന്തിനാ 18 വയസ്സായില്ലല്ലോ, നിന്നെ ജോലമ്മയും എല്ലാം കൊണ്ടിടുകയൊക്കെ ചെയ്യും. അവിടെ ചെന്ന് നീയൊക്കെ പഠിക്കണം, എടാ പഠിക്കണം. നിനക്കപ്പം വീട്ടിൽ അച്ഛനും അമ്മയും മുന്നിൽ കൊണ്ട് വെച്ച് തരുന്ന ചോറിന്റെ വില നിനക്കപ്പം മനസ്സിലാവണം. നിയമമൊക്കെ ഇങ്ങനെ അരച്ചു കുടിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പൊ ഇവന്മാർക്കൊക്കെ തലവന്മാര് കാണല്ലോ, ഏതെങ്കിലുമൊക്കെ കുറെ അണ്ണന്മാര് കാണുമായിരിക്കും. നമ്മുടെ എല്ലാ ഏരിയയിലും കാണുമല്ലോ ചില അണ്ണന്മാര്. അവന്മാരെ കൂടെ തൂക്കണം. ഇവന്റെയൊക്കെ കൂടെ ഇവന്മാരെ തപ്പിയ ഇവന്മാരുടെ സീനിയേഴ്സിനെ നമുക്ക് തപ്പാൻ പറ്റും. ആരൊക്കെയാണ് ഉപദേശം കൊടുക്കുന്നത്, പോയി തള്ളിയിട്ട് വാടാന്നൊക്കെ പറയുന്ന കുറെ ടീമുകളുണ്ട്, അങ്ങനെ കുറെ ചെറ്റകളുണ്ട്. അവന്മാരെയും കൂടെ പൊക്കണം ഇവര് കേസ് കെട്ടില്ല. നമ്മൾ മുമ്പ് തുടക്കത്തിൽ ഒരു ചെറുക്കൻ്റെ വോയിസ് കിട്ടില്ലേ, അവന്റെ ഒരു ഫോട്ടോ ഞാൻ വെച്ച് തരാം. നിങ്ങൾ കണ്ടില്ല അവന്റെ ഫോട്ടോ? ഇവനാണ് എല്ലാ കാര്യത്തിലും മുന്നേ നിൽക്കുകയും ചെയ്ത്, ഇവന്റെ വോയിസ് നിങ്ങൾ മുമ്പ് കേൾക്കുകയും ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ബൊമ്മരെല്ലാം കൂടെ അടിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടില്ല, അവന് വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാസേ പേരുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞു. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക, ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ ഇന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ നിങ്ങൾ എംജിആറിൽ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി എത്തിയതാ. അതിന്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ ന്യൂസിൽ വന്നതാണ് ആ പറയുന്ന ചെറുക്കൻ്റെ വോയിസും കാര്യങ്ങളാണ്. ഈ അടിച്ചവന്മാരിൽ അവന് അയച്ചതിൻ്റെ വോയിസ് ആണ്. അതിപ്പോൾ കിടന്ന് ന്യൂസിലൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ വെച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും നീയൊക്കെ കൂടെ കുറെ പോയി അനുഭവിക്കടാ. എന്തായാലും ഒരുത്തൻ്റെ ജീവൻ എടുത്തിട്ട് ഇപ്പോൾ സോറി ആയിട്ട് വന്നിരിക്കുന്ന നാണം കെട്ടാവന. പിന്നെ അതുപോലെ തന്നെ ഈ പയ്യൻ്റെ കൂട്ടുകാരുടെ കുറച്ച് വെളിപ്പെടുത്തലും കാര്യങ്ങളും, ഒരു കൂട്ടുകാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന വാട്സപ്പിൽ ഈ പറയുന്ന ഇവന്മാരൊക്കെ നെഞ്ചക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വൺസ് ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലോട്ടും കൂടെ ഒന്ന് പോവാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കോരങ്ങാട് GHS കോരങ്ങാട് സ്കൂൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെയും പരിചയം ഉണ്ടാവുമല്ലോ, അവരെന്താണ് പറഞ്ഞത്? ഈ സംഭവത്തിന് ശേഷം എന്താണ് പറഞ്ഞത്? അതിൽ പറഞ്ഞ് തച്ചിക്കണ്, നല്ല തച്ചിക്കണ് പോലെ ഒരു 15 ആൾക്കാരുണ്ടായിട്ട് ഞങ്ങൾ 5 ആൾക്കാർ നല്ല തച്ചിക്കണ്, ഇങ്ങോട്ടും കിട്ടിക്കിന് അങ്ങോട്ടും കിട്ടിക്കിന്. അപ്പോൾ ഈ ഷഹബാസിനെ മർദ്ദിച്ചതിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു, മുൻപേ എന്തെങ്കിലും വന്ന വോയിസ് ക്ലിപ്പുകളിൽ മുൻപേ പ്രശ്നം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലും അറിയുമോ? 2 ആഴ്ച ഈ കേസ് തന്നെ അപ്പോൾ വരുന്നത് ഫെയർവെല്ലിൻ്റെ അതിലായിട്ട്. പയ്യൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇതിനൊന്നും പോകുമൊന്നും വേണ്ട. ഇവന്മാർ 5 പേരെ ഉള്ളായിരുന്നു, അവന്മാർ 15 പേര്. ഇപ്പോൾ പോയി ആർക്ക് ഒരു ജീവൻ പോവുകയൊക്കെ ചെയ്ത്. നിയമവും കാര്യങ്ങളൊന്നും ഇവിടുത്തെ അവന്മാർക്ക് പേടിയൊന്നുമില്ല. ആ പഴയ സിസ്റ്റമൊക്കെ അങ്ങ് കൊണ്ടുവരണം, അങ്ങ് തൂക്കി കയറ്റണം. അങ്ങ് അത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ വന്നത് ഒരു ഉറുമ്പിനെ കൊല്ലുന്ന പോലെയാണ് മനുഷ്യനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ന്യൂസിൻ്റെ കുറേ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.